ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതിന് മുമ്പേ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാത്സിൻ്റെ പ്രാക്ടിക്കൽ എക്സാമിനെ കുറിച്ചാണ് ഗൈസ്. ഇന്നുകൊണ്ട് എൻ്റെ പ്രാക്ടിക്കൽ എക്സാം എല്ലാം തീർന്നിരിക്കുകയാണ്. ഇന്ന് മാത്സിൻ്റെ പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നു ഗൈസ്. ലാസ്റ്റ് എനിക്ക് ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു. സത്യം പറയാലോ, പഠിച്ചിട്ട് പോകണമെങ്കിൽ അടിപൊളി എക്സാം ആണ്. എനിക്ക് ഈ മാത്സിൻ്റെ പ്രാക്ടിക്കലിനെ കുറിച്ച് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ആ പ്രാക്ടിക്കലിനോട് അതിൻ്റെ ABCD അറിയത്തില്ലായിരുന്നു, ഈ മോഡൽ വരെ. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ലാബിൽ നമ്മളെ കയറ്റുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന കൊച്ചിൻ്റെ വായിക്കിട്ട് നോക്കിയിരിക്കും, അല്ലെ എന്നിട്ട് അവളോട് കഥയും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. എന്നിട്ട് മോഡൽ എക്സാമിന് അവൾ നന്നായിട്ട് എഴുതുകയും ചെയ്തു, അവൾക്ക് നല്ല മാർക്കും കിട്ടുകയും ചെയ്തു. എനിക്ക് കിട്ടിയത് 4 മാർക്ക്. അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി പഠിച്ചില്ലെങ്കിൽ ശരിയാവില്ലെന്ന്. അത് കഴിഞ്ഞ് മോഡൽ കഴിഞ്ഞ് ഒരു വട്ടം ഞാൻ ലാബിൽ കയറിയായിരുന്നു. ഒന്ന് എന്നാണ് ടീച്ചർമാർ റിവൈസ് ചെയ്ത് തന്നപ്പോഴത്തേനും ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി വലിയ പാടില്ല, പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് മേടിക്കാം, ഒന്നുമില്ലെങ്കിൽ 4 കൂടുതൽ മേടിക്കാമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ ആയിരുന്നു ഗൈസ് എനിക്ക് ബോട്ടണീൻ്റെ എക്സാം. എന്നിട്ട് ഇന്നലെ വൈകിട്ട് എനിക്ക് പഠിക്കാനായിട്ടൊന്നും പറ്റിയില്ല, കുറേ സാങ്കേതിക തകരാറുകൾ. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ തൊട്ട് എനിക്ക് ഉച്ചയ്ക്കായിരുന്നല്ലോ പരീക്ഷ. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഉച്ച വരെ ഞാൻ ഒരുവിധം അടങ്ങിയിരുന്ന് പഠിച്ചു. കുറേ PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി, വരുന്ന മോഡലൊക്കെ നോക്കി. നമ്മൾ ലാബ് മാനുവൽ നോക്കി പഠിക്കാതെ PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി പഠിക്കുവാണെങ്കിൽ അതിന് കുറേ ക്ലാസ്സസ് യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ എജിപ്പോർട്ടിൻ്റെ ക്ലാസ്സാണ് കണ്ടത്, ഭയങ്കരമായിട്ട് എനിക്ക് യൂസ്ഫുള്ളായി. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കി ചെയ്ത് നോക്കുക. എന്നിട്ട് അവർ ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പേപ്പറിലൊക്കെ എഴുതി വെച്ചൊക്കെ നോക്കിയായിരുന്നു. എന്നിട്ട് ഞാനത് ബൈ ഹാർട്ട് ആക്കിക്കൊണ്ട് പോയായിരുന്നു. ബിക്കോസ് എനിക്ക് ലാസ്റ്റ് മിനിറ്റ് കിടന്നൊന്നും ചെയ്യാനായിട്ടൊന്നും ഇനിയും ചെയ്ത് നോക്കാനായിട്ടൊന്നും സമയമില്ലല്ലോ. എന്നിട്ട് ഞാൻ ഒരുവിധം ചെയ്ത് മൈൻഡൊക്കെ സെറ്റാക്കി പഠിച്ച് പോയിട്ട് എന്നായിരുന്നു ഞാൻ സെക്കൻഡ് ബാച്ചാണ്. അപ്പോൾ രാവിലത്തെ ബാച്ചുകാരുണ്ടായിരുന്നു. രാവിലത്തെ ബാച്ചുകാർ ഞങ്ങളെ പറഞ്ഞ് കുറേ പേടിപ്പിച്ച് കേസ്, ഭയങ്കര പാടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ കേസ് അടിപൊളി എക്സാമാണ്, നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സിൽ എനിക്ക് ഒരു കിണ്ടി അറിയത്തില്ലാത്ത ഒരാളായിരുന്നു. ലാബിൽ കിണ്ടി അറിയത്തില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ എനിക്ക് പറയാലോ നല്ല മാർക്ക് കിട്ടും കേസ്, നല്ല മാർക്ക് കിട്ടും. പഠിച്ചിട്ട് പോകണമെങ്കിൽ അടിപൊളിയാണ്. അപ്പോഴത്തേക്കും ഇനി എക്സാമിനെ കുറിച്ച് പറയാം. എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മൊത്തത്തിൽ 6 ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. അതിൽ 4 എണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. അതിൽ നിന്ന് ഒരെണ്ണം മസ്റ്റായിട്ട് +1 നിന്ന് ഒരെണ്ണം മസ്റ്റായിട്ട് +2 എന്നും വേണം. ബാക്കി 2 എണ്ണം നമ്മുടെ ഇഷ്ടത്തിന്. അപ്പോൾ എനിക്ക് വന്നിരുന്ന ക്വസ്റ്റ്യൻസ് വാല്യൂ ഓഫ് ഫങ്ഷൻസ്, ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്, പിന്നെ വന്നിരുന്ന സർക്കിൾ ആൻഡ് പാരാബോള, പിന്നെ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷന്, ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രൽസ്, ലീനിയർ പ്രോഗ്രാമിങ്. എൻ്റെ പേപ്പറില്ല, ഇത് മാനുവലാണ് കേസ്. അപ്പോൾ മാനുവലെ നോക്കി ഞാൻ കറക്റ്റ് പേര് പറയണമല്ലോ. ഞാൻ ആദ്യത്തെ വാല്യൂമുറിയൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത്. അപ്പോഴത്തേനും ഈ 6 എണ്ണമാണ് വന്നിരുന്നത്. ഞാനപ്പോൾ അതിൽ നിന്ന് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് അത്, പിന്നെ വാല്യൂ ഓഫ് ഫങ്ഷൻസ്, സർക്കിൾ ആൻഡ് പാരാബോള, ലീനിയർ പ്രോഗ്രാമിങ്, ഇത് 4 അറ്റൻഡ് ചെയ്തത്. അടിപൊളിയാണ്. ഈ ലീനിയർ പ്രോഗ്രാമിംഗ് ഒക്കെ ആദ്യം തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, നമ്മളെന്ത് ആനയാണ്. എനിക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു ഗൈസ്. ഞാനാണ് ആ വീഡിയോയിലൊക്കെ കണ്ട പോലെ എനിക്കും കിട്ടുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഞാൻ ഇന്നേ വരെ അങ്ങനെ ശരിക്കും ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഗൈസ്. പിന്നെ വാല്യൂ ഓഫ് ഫംഗ്ഷൻ, സർക്കിൾ ആൻഡ് പാരാബോള ഒക്കെ എളുപ്പമായിരുന്നു. ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് എളുപ്പമാണ്, പക്ഷേ എനിക്ക് വാല്യൂ ഓഫ് ഫംഗ്ഷൻ അത് എളുപ്പമുള്ള ലാബാണ്. പക്ഷേ ഞാൻ ലാസ്റ്റ് മിനിറ്റ് കണ്ടെന്നാണ് നോക്കിയിട്ട് പോയത്. അതുകൊണ്ട് എനിക്ക് ചെറിയ പാടുണ്ടായിരുന്നു. അപ്പോൾ എന്നാ പറയണ്ടേ, എക്സാം പഠിച്ചിട്ട് പോകണമെങ്കിൽ അടിപൊളിയാണ് ഗൈസ്. പിന്നെ ഞാൻ എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം ആൻസർ ഷീറ്റ് എല്ലാം കെട്ടി കഴിഞ്ഞിട്ട് ഇൻവിജിലേറ്ററിനെ കാണാൻ പോയി. അപ്പോൾ ഇൻവിജിലേറ്റർ 2 വൈവ ക്വസ്റ്റ്യൻ ചോദിച്ചു കേസ്. ഞാൻ ഒരെണ്ണം പറഞ്ഞത് ശരിയായിരുന്നു, ഒരെണ്ണം തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ കറക്കി കുത്തി രണ്ടാമത് പറഞ്ഞു. എനിക്ക് അറിയാനായിട്ടൊന്നുമല്ല, കറക്കി കുത്തി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ശരിയായിട്ടുണ്ട്. അതിന് മാർക്ക് തരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. പഠിച്ചിട്ട് വേണമെങ്കിൽ എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടും. ഇനി എക്സാം എഴുതാനുള്ളവർക്കെല്ലാം ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ബൈ ഗൈസ്.